ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാം വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകളിൽ പങ്കെടുക്കുകയായിരുന്നു. നമ്മുടെ പ്രിയ കുഞ്ഞുങ്ങൾ കർത്താവിനെ ജലത്തിൽ സാക്ഷിക്കുവാനായിട്ട് ദൈവം മനോഹരമായിട്ടുള്ള ഒരു ദിവസം അവർക്കും സമ്മാനിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നാം കഴിഞ്ഞ ക്ലാസ്സിൽ കർത്താവിൻ്റെ ദാസനിലൂടെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ നാം പകർത്തുന്നുവെങ്കിൽ പകർത്തേണ്ടുന്ന അനുഗ്രഹീതനായ ഒരു വ്യക്തിയെക്കുറിച്ച് പഠിക്കുകയായിരുന്നു. യോഹന്നാൻ സ്നാപകൻ. തൻ്റെ ജീവിതത്തിൻ്റെ അവസാനം എന്നെ ഏറ്റവും ആകർഷിച്ചത് അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു മുഖം പോലും ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ ശിരച്ഛേദം കഴിഞ്ഞ് ആ ശരീരമാണ് പ്രിയപ്പെട്ടവർ കൊണ്ടുപോയി സംസ്കരിച്ചത് എന്ന് നമ്മൾ പഠിച്ചു. ഇന്ന് ഉച്ചകഴിഞ്ഞ ഈ സമയത്ത് വളരെ വേഗത്തിൽ ഞാൻ എൻ്റെ വാക്കുകളിലേക്ക് അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഈ സാഹചര്യം, ഈ ലോകം അതിൻ്റെ ഒരു പരിസമാപ്തിയിലേക്ക് വരികയാണ്. ദൈവത്തിൻ്റെ വചനം പഠിക്കുക, ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കുക, ദൈവത്തിൻ്റെ വചനപ്രകാരം പ്രായോഗികമായ ക്രിസ്തീയ ജീവിതം നയിക്കുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. നമുക്കറിയാം, ലോക സംഭവങ്ങളൊക്കെ നാം വായിക്കുന്നവരാണ്, പഠിക്കുന്നവരാണ്. ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ഒരു 2-3-4 മാസങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു വാർത്ത ഇസ്രായേലിനെ സംബന്ധിച്ച് എല്ലാ ദിവസവും നമ്മുടെ വർത്തമാന പത്രങ്ങളിൽ വാർത്തകളായിട്ട് വരുന്നുണ്ട്. മാത്രമല്ല, ആ പശ്ചിമേഷ്യയുടെ പ്രദേശങ്ങൾ മുഴുവനും എപ്പോഴും വാർത്ത സാന്നിധ്യമുള്ള, എപ്പോഴും എന്തെങ്കിലുമൊക്കെ പുതിയ വാർത്തകളുമായിട്ടാണ് നാം രാവിലെ എഴുന്നേൽക്കുന്നത്. റാഫയിലെ യുദ്ധം, അതുപോലെ കരയുദ്ധം, അതുപോലെ മറ്റ് യുദ്ധങ്ങളുടെ ഒക്കെ ശ്രുതികൾ കേൾക്കുമ്പോൾ നമുക്കൊരു കാര്യം അറിയാം, നമ്മുടെ കർത്താവിൻ്റെ വരവിനോട് നാം ഏറ്റവും അടുത്തിരിക്കുക. കർത്താവിൻ്റെ വരവ് അടുത്തു, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു, കർത്താവിൻ്റെ വരവിന് വേണ്ടി നാം എല്ലാവരും നോക്കി പാർക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ എത്രമാത്രം ഞാനും നിങ്ങളും കർത്താവിൻ്റെ വരവിന് വേണ്ടിയിട്ട് ഒരുങ്ങി ആണ് കാത്തിരിക്കുന്നത് എന്ന് നമ്മളെ തന്നെ ഒന്ന് ചിന്തിക്കുന്നത് ആവശ്യമാണ്. ഞാൻ ഒരു കഥ ഈ അടുത്ത സമയത്ത് കേൾക്കാനിടയായി. ഒരിക്കൽ ഒരു കൊതുക് തൻ്റെ കുഞ്ഞുങ്ങളെല്ലാം കൂടെ അടുത്ത് വിളിച്ചു. അവരോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും വളരെ ക്ഷീണിതരാണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നല്ല രക്തമൊക്കെ കുടിച്ച് ഒന്ന് വളർന്നു വരണം എന്ന് ആ അമ്മ ആഗ്രഹിച്ചു. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ പറഞ്ഞു, ഞങ്ങൾ പോയ വഴിയിൽ വലിയൊരു പ്രശ്നമുണ്ട്. എന്താണ്? ഞങ്ങൾ പോയ വഴിയിൽ ഒരു പള്ളിയായിരുന്നു. അവിടെ രാവിലെ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇരുന്ന് കൈയടിക്കുന്നു, ഭയങ്കര ആക്റ്റീവായിട്ട് കൈയടിച്ച് പാട്ടൊക്കെ പാടുന്നത് കൊണ്ട് ഞങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. വല്ല അപകടവും സംഭവിച്ചെങ്കിലോ, ഞങ്ങൾ അവരുടെ കൈയുടെ അടികളിൽപ്പെട്ട് മരിച്ചു പോയെങ്കിലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ വാതിക്കൽ നിന്നിട്ട് തിരിച്ചു പോന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, മക്കളെ, നിങ്ങൾ വിഷമിക്കണ്ടായിരുന്നു, നിങ്ങൾ അവിടെ തന്നെ നിൽക്കണമായിരുന്നു. അവിടെ തന്നെ നിന്ന് ആ കൈയടിയും പാട്ടും കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഒരുത്തൻ എഴുന്നേറ്റ് നിൽക്കും. അവൻ എഴുന്നേറ്റ് നിന്ന് പുസ്തകമായിട്ട് നിൽക്കുമ്പോൾ അവരെല്ലാവരും മയങ്ങും. ആ സമയത്ത് യഥേഷ്ടം രക്തം ഊറ്റി കുടിച്ച് പോരാമായിരുന്നല്ലോ, ആരും ശല്യം ചെയ്യുകയില്ലായിരുന്നു എന്ന് പറഞ്ഞു. നമ്മൾ ആഹാരം കഴിച്ച് എല്ലാവരും ഇരിക്കുന്നതുകൊണ്ട് ഒരുപക്ഷെ മയങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ വേഗത്തിൽ അവസാനിപ്പിക്കും. മയങ്ങിയാൽ നമുക്ക് മയങ്ങാതെ, ഉറങ്ങാതെ കർത്താവിൻ്റെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ഓർക്കായിരുന്നു. ഈ റോമാലേഖനം 12-ാം അധ്യായത്തിൽ വളരെ ഗൗരവമായ ഒത്തിരി കാര്യങ്ങൾ, ഈ വേദപുസ്തകത്തിലെ എല്ലാ ഉപദേശ സത്യങ്ങളെയും വേണമെങ്കിൽ ഒരുമിച്ച് എടുക്കാവുന്ന ഒരു അധ്യായമാണ് ഈ റോമാലേഖനം 12-ാം അധ്യായം. ആ 12-ാം അധ്യായത്തിലെ പൗലോസ് വളരെ വേഗത്തിൽ പൗലോസ് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ചില കാര്യങ്ങൾ, അത് മാത്രം പറഞ്ഞ് നമുക്കും അവസാനിപ്പിക്കാം. ഇവിടെ നിങ്ങളെ യാഗമായിട്ട് സമർപ്പിക്കണം. അപ്പോൾ പൗലോസ് യാഗമായി സമർപ്പിക്കണമെന്ന് ഓരോ വിശുദ്ധന്മാരോടും വിശുദ്ധമതികളോടും ആവശ്യപ്പെടുകയാണ്. വെറുതെ വന്ന് നമ്മൾ ഒരു വിശ്വാസിയാണെന്ന് പറഞ്ഞു ജീവിക്കുന്നതിൽ വലിയ അർത്ഥമില്ല. മറിച്ച് ഒരു സമ്പൂർണമായ സമർപ്പണത്തിൻ്റെ യാഗം. ഇന്ന് വരെ പൗലോസും അതുപോലെയുള്ള യഹൂദ ഗണങ്ങളും അവരെല്ലാവരും കണ്ടിട്ടുള്ള യാഗങ്ങൾ മൃഗബലിയാണ്. നമുക്കറിയാം, ദേവാലയത്തിന്റെ ആ പ്രതിഷ്ഠയുടെ അന്ന് 20,000 കാളകൾ അന്ന് കൊല്ലപ്പെട്ടതാ. 20,000 കാളകൾ, 1,20,000 ആട്ടുകൊറ്റന്മാർ. അപ്പൊ ഞാനിങ്ങനെ ചെറുതായിട്ടൊന്ന് കണക്ക് കൂട്ടി, ആ യാഗം നടക്കുന്ന ആ യാഗശാലയിൽ നിന്ന്, യെരൂശലേം ദേവാലയത്തിന്റെ സമീപത്ത് നിന്ന് ലിറ്റർ കണക്കിന്, ഗാലൻ കണക്കിന് രക്തമാണ്
ഒഴുകുന്നത്. ഏറ്റവും കുറഞ്ഞത് ഒരു കാളയ്ക്ക് ഒരു 10 ലിറ്റർ, നമുക്കൊക്കെ 5 ലിറ്റർ, കാളയ്ക്ക് 10 പോരെ 10 15 കാണുക, എനിക്ക് കൃത്യം അറിഞ്ഞുകൂടാ. ഒരു 10 ലിറ്റർ രക്തം വെച്ച് കൂട്ടിയാൽ 22,000 കാളകളുടെ രക്തത്തിന്റെ അളവ് എത്ര? 22 × 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ലക്ഷത്തിലധികം ലിറ്റർ രക്തം. ഇനി 1,20,000 ആട്ടുകൊറ്റന്മാർ, അതിന്റെ രക്തം എത്ര? 5 ലിറ്റർ വെച്ച് കൂട്ടിയാലും എത്ര? ലക്ഷക്കണക്കിന് ലിറ്റർ ഗ്യാലൻ അല്ലെങ്കിൽ അത്രയും രക്തം അത് പതുക്കെ ഒഴുകി തെക്കോട്ട് ചാഞ്ഞ് അങ്ങ് ഒഴുകി കിദ്രോൻ വാലിയിലേക്ക് ഇറങ്ങി, കിദ്രോൻ വാലിയിലൂടെ ഒഴുകി ഈ ദേവാലയത്തിന്റെ രക്തവും ഉപകരണങ്ങളും ഒക്കെ കഴുകുന്ന ഈ രക്തം ഇങ്ങനെ കുതിച്ചൊഴുകിയ, അങ്ങനെ ഒഴുകി 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 അവിടെ ആ കിദ്രോൻ താഴ്വര എന്ന് പറയുന്നത് രക്തത്തിന്റെയും രക്തമംഗിലമായ അനേക ചരിത്രങ്ങളുടെയും അനേകരുടെ പാപങ്ങൾക്ക് വേണ്ടി കഴുകൽ പ്രാപിച്ച രക്തത്തിന്റെയും താഴ്വാരങ്ങളാണ്. എന്നാൽ ഒരു രാത്രി ഒരു സംഭവം ഉണ്ടായി. അവൻ സ്തോത്രം പാടിയ ശേഷം കിദ്രോൻ തോട് കടന്ന് അക്കരയ്ക്ക് കടന്നു പോവുകയാണ്. കിദ്രോൻ തോട് കടന്ന് അക്കരയ്ക്ക് കടക്കുവാൻ കർത്താവായ യേശുക്രിസ്തു മാത്രമേ ഉണ്ടായുള്ളൂ. ആ യാഗങ്ങൾ സാധാരണമായിട്ടുള്ള യാഗമല്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ യാഗം തന്നെത്താൻ അർപ്പിച്ച് നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന യാഗമാണ്. ലക്ഷക്കണക്കിന് ലിറ്റർ രക്തം കൊണ്ട് കഴുകിക്കളയുവാൻ കഴിയാതിരുന്ന നമ്മുടെ പാപത്തിന്റെ കറ കഴുകിക്കളയുവാൻ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നിട്ട് അവൻ നമ്മെ സ്നേഹിക്കുന്നു, നമ്മെ കരുതുന്നവനാണ്. ആ കർത്താവ് പറയുക, നിങ്ങളെയും സമർപ്പിക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാൽവറിയിലെ ക്രൂശിൽ എന്റെ അവസാനത്തുള്ള രക്തം വരെ ഊറ്റിത്തന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ എനിക്ക് സമർപ്പിക്കുക, അല്ലെങ്കിൽ ജീവനുള്ള യാഗമായി സമർപ്പിക്കുക. ആ ഒരു സമർപ്പണ ബോധമാണ് എന്നെയും നിങ്ങളെയും ക്രിസ്തീയ ജീവിതത്തിൽ നങ്കൂരമിട്ട് ഉറപ്പിച്ചു നിർത്തുന്നത്. പലപ്പോഴും പ്രിയപ്പെട്ടവരെ, നമ്മളെ വിലയ്ക്ക് വാങ്ങി എന്നുള്ള സത്യവും, നാം ക്രിസ്തുവിന്റെ വകയാണെന്നുള്ള സത്യവും, നാം ദൈവികമായ മന്ദിരങ്ങളാണെന്നുള്ള സത്യവും, നാം തന്നെ ദേവാലയവും, നാം തന്നെ യാഗവസ്തുവും, നാം തന്നെ പുരോഹിതനും, നാം തന്നെ ചെയ്യേണ്ടുന്ന കർമ്മങ്ങളും ധാരാളമായിരിക്കെ അവയെ അവമതിച്ചിട്ട് നാം ദൈവസന്നിധിയിൽ വേണ്ടതുപോലെയുള്ള ഉത്തരവാദിത്വ ബോധമില്ലാതെ മുന്നോട്ട് പോയാൽ എന്റെ പ്രിയപ്പെട്ടവരെ, അത് വളരെ വളരെ ശോകമാണ്, ദുഃഖമാണ്, വളരെയധികം സങ്കടകരമായ കാര്യമാണ്. അതുകൊണ്ട് നമുക്കൊന്ന് ഉണർന്ന് കർത്താവിന് വേണ്ടി ജീവിക്കുവാനായിട്ട് ഇടയായി തീരണം. സമയത്തിന്റെ പരിധി കൊണ്ട് ഞാൻ അടുത്ത ഭാഗത്തേക്ക് വരികയാണ്. 3-ാം വാക്യത്തില് അതിലെ 1-2 കാര്യങ്ങൾ മാത്രം പറയാൻ ആഗ്രഹിക്കുക. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ച് ഉയരരുത്. ഭാവം എന്ന് പറയുന്ന കാര്യം നമ്മുടെ മനസ്സ് പുതുക്കുക എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഈ വാക്യം പറയുന്നത്. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക, ഭാവം വ്യത്യാസം വരിക. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ മുൻപിൽ നമുക്ക് എന്ത് ഭാവമാണ് പറയാനുള്ളത്? നമുക്ക് വേണ്ടി കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത് പൗലോസ് പറയുക, ക്രിസ്തുയേശുവിലുള്ള അതേ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ കർത്താവിന്റെ ഭാവം എന്തായിരുന്നു? ഒരു വാക്യം വായിക്കാം. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തില് അത് വായിച്ചിട്ട് ഞാൻ കടന്നു പോയിക്കൊള്ളാം. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തില് ഒരു വാക്യമുണ്ട്, അത് നമ്മളെ വളരെ ചിന്തിപ്പിക്കുന്നതാണ്. എന്താ? 5-ാം വാക്യം. 5, 6, 7, 8 വാക്യങ്ങളൊന്ന് വായിച്ചിട്ട് ഞാൻ കടന്നു പോകാം. ആരെങ്കിലും ഒന്ന് വായിച്ചെന്നാലോ? ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു മനുഷ്യ സദൃശത്തിലായി തന്നെത്താൻ വിളിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായിരുന്നു. അപ്പൊ നമ്മുടെ ഭാവം ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കണം. നമുക്ക് പലപ്പോഴും ഉള്ളത് വ്യാജഭാവമാണ്. ഇന്ന് നമ്മൾ വായിച്ചു, നമ്മൾ കേട്ടു, ആ വ്യാജഭാവം കാണിച്ച അനന്യാസിനെ കുറിച്ചും സഫീറയെ കുറിച്ചും നമ്മൾ കേട്ടു. എന്നാൽ ക്രിസ്തുയേശുവിലുള്ള നമ്മുടെ ഭാവം എങ്ങനായിരിക്കണമെന്ന് ദൈവം പറയുക. ഭാവിക്കേണ്ടതിന് മീതെ നാം ഭാവിച്ചുയരരുത്. വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്ന് കൊള്ളുവിനെന്ന് പിന്നെയും പൗലോസ് ഓർപ്പിക്കുക. ഇവിടെ പൗലോസ് പറയുക, ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. അപ്പോ നിങ്ങൾക്കുണ്ടായിരിക്കേണ്ടുന്ന ഭാവം ക്രിസ്തുയേശുവിലെയാണ്. എന്താണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഭാവത്തിന്റെ പ്രത്യേകത? യേശു ക്രിസ്തുവിന്റെ ഭാവം എന്ന് പറയുന്നത് വെല്ലുവിളികളെ നേരിടുന്ന
ചെയ്തത്? വെല്ലുവിളികൾ നേരിടുമ്പോൾ താൻ സൗമ്യനായിരുന്നു, അടിക്കുമ്പോൾ താൻ സൗമ്യനായിരുന്നു, മുഖത്ത് കാർക്കിച്ചു തുപ്പുമ്പോൾ. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒരു ഗതികേട് നിങ്ങൾക്ക് ആർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല. കർത്താവിന്റെ മുഖത്ത്, ആ തേജോമയമായ മുഖത്ത് വിശദീകരണങ്ങളില്ല. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന തേജോമയനായ കർത്താവിന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പുമ്പോൾ അല്പം പോലും അതിനെതിരെ പ്രതികരിക്കാത്ത കർത്താവ്, ആ കർത്താവിന്റെ ഭാവമാണ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടത്. ക്രൂശിൽ കിടക്കുമ്പോൾ കർത്താവിനോട് പറയുക, നീ ദൈവോത്തമെങ്കിൽ ഇറങ്ങി വരിക. പ്രിയപ്പെട്ടവരെ, ആ വെല്ലുവിളി കർത്താവ് സ്വീകരിച്ചില്ല. പിശാച് കർത്താവിനോട് പറഞ്ഞു, നീ ദൈവോത്തനാണെങ്കിൽ ഈ കല്ലുകളോട് അപ്പമാകുവാൻ കൽപ്പിക്കുക. കർത്താവ് ആ വെല്ലുവിളി ഏറ്റെടുത്തില്ല. നീ മധ്യവയോധികനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവോ? ആ വെല്ലുവിളിക്ക് മാത്രമാണ് കർത്താവ് മറുപടി പറഞ്ഞത്, ഞാനാകുന്നു. ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ യഹൂദ പരീക്ഷകൾ അപ്പോൾ തന്നെ മനസ്സിലാക്കണം, ഈ ഞാനാകുന്നു എന്നുള്ള വാക്ക്, ഈഗോ എയിമിങ്, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് ആ പുറപ്പാട് പുസ്തകത്തിൽ വെളിപ്പെട്ട അതേ ദൈവമാണിത് എന്ന് ബോധ്യം വരുവാൻ അവർക്ക് കഴിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കുകയായിരുന്നു. ഇവിടെ പൗലോസ് പറഞ്ഞ രണ്ട് വാക്ക്, അത് മാത്രം പറഞ്ഞ് ഞാൻ വിടട്ടെ. പൗലോസ് പറഞ്ഞ രണ്ട് വാക്ക് എന്താണത്? കർത്താവിന്റെ ഭാവത്തെ കുറിച്ച് പറഞ്ഞത് 7-ാം വാക്യം, തന്നെത്താൻ ഒഴിച്ചു. 8-ാം വാക്യം, തന്നെത്താൻ താഴ്ത്തി. എന്താണ് തന്നെത്താൻ ഒഴിച്ചത്? എന്താണ് തന്നെത്താൻ താഴ്ത്തിയത്? എന്ത് കർത്താവിന് സംഭവിച്ചത്? പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങനെ പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കാം. കർത്താവിനെ മറുരൂപമലയിൽ കണ്ടിട്ടുള്ള ദൈവദാസൻ, ഈ കർത്താവായ യേശുക്രിസ്തുവിന്റെ രൂപം, അവന്റെ ഭാവം മാറി. അവൻ ആ നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത പ്രഭാവത്തിലും പ്രോജ്വലതയിലും ഉജ്ജ്വലതയിലേക്ക് മാറി. തന്റെ ശോഭയും തന്റെ ആ രൂപാന്തരവും കണ്ടിട്ട് സ്ത്രീഹന്മാർ മരിച്ചവരെ പോലെ വീഴുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, തന്നിൽ തന്നെ അടക്കി വെച്ചിരുന്ന തന്റെ ദൈവിക മഹത്വത്തിന്റെ ആ തേജസ് അല്പം ഒന്ന് പുറത്തേക്ക് പോയപ്പോ സ്ത്രീഹന്മാർ മരിച്ചവരെ പോലെ വീഴുകയാണ്. അവന്റെ മുഖ തേജസ് കണ്ടിട്ട് അവനോട് കൂടെ കഴിഞ്ഞിട്ടുള്ള യോഹന്നാൻ ആ മരിച്ചവനെ പോലെ വീഴുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ദൈവിക പ്രഭാവങ്ങൾ മുഴുവനും എന്താ സംഭവിച്ചെന്നാ പൗലോസ് പറഞ്ഞത്? തന്റെ മഹത്വം തന്നിൽ തന്നെ മറച്ചു വെച്ചു കർത്താവ്. താൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരുന്നു. താൻ തന്റെ മഹത്വം തന്നിൽ തന്നെ മറച്ചു വെക്കുകയായിരുന്നു. ഒരു സെക്കൻഡ് പോലും അത് പുറത്തേക്ക് പോകാൻ അനുവദിച്ചില്ല. കാർക്കിച്ചു തുപ്പുമ്പോൾ അവന്റെ മഹത്വം അവന്റെ ഉള്ളിൽ അവൻ ഒളിപ്പിച്ചു വച്ചിരിക്കുക. പ്രിയപ്പെട്ടവരെ, അടുത്തത്, അവൻ സർവശക്തനായ ദൈവമാണ്. അവൻ തന്റെ എല്ലാവിധമായിരിക്കുന്ന ദൈവിക ഗുണവിശേഷങ്ങളും ശക്തി പ്രഭാവങ്ങളും തന്റെ ഈ മനുഷ്യ പ്രകൃതിക്കുള്ളിൽ ഒതുക്കി വെച്ചിരിക്കുകയായിരുന്നു. 3, താൻ ഒരു മനുഷ്യന്റെ ഫ്രെയിമിനകത്തേക്ക് അവൻ തന്നെത്താൻ താഴ്ത്തി ഇറങ്ങി വരികയായിരുന്നു. അടുത്ത്, അവൻ മനുഷ്യന്റെ ആ ഒരു ഭാവം, ആ ഒരു രൂപം സ്വീകരിക്കുകയായിരുന്നു. ഞാൻ പറയട്ടെ, കർത്താവ് തമ്പുരാൻ ഇത്രേ നമുക്ക് വേണ്ടി താഴ്ന്ന് തന്നെത്താൻ അങ്ങ് മറച്ചുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ ഞാൻ പറയട്ടെ, ആ ഭാവത്തിനപ്പുറത്തൊരു ഭാവം ഒരു വിശ്വാസിക്ക് ആവശ്യമുണ്ടോ? ആ ഭാവത്തിനപ്പുറത്തുള്ള ഒരു രൂപം, ആ ഒരു രീതി, അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ദൈവത്തിന്റെ മക്കൾ എന്നുള്ള നിലയിൽ ദൈവത്തിന്റെ ആ ഭാവവും ദൈവത്തിന്റെ പ്രകൃതി നമ്മൾ ആർജിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ നമുക്കിടയായി തീരണം. അതിന് കർത്താവ് സഹായിക്കട്ടെ. നമ്മൾ പലപ്പോഴും നമ്മുടെ മനസ്സ് ആ നിലയിൽ പുതുക്കി രൂപാന്തരപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. ഈ പൗലോസ് ശ്ലീഹ പറയുന്നത്, യേശുക്രിസ്തുവിന്റെ കെട്ടപ്പെട്ട അടിമ, കെട്ടപ്പെട്ട ദാസനെ, ബോണ്ട് സ്ലേവ്, അല്ലെങ്കിൽ ഡൂലോസ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ ആരാണ്? പൗലോസിനെ കുറിച്ച് ഞാൻ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്, അദ്ദേഹം അക്കാലത്ത് തർസോസിലെ ശൗൽ എന്ന് പറഞ്ഞാൽ അതിബൃഹത്തായ ഒരു വ്യാപാര ശൃംഖലയുടെ അധിപന. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പെങ്ങളുടെ മകൻ രാത്രിയിൽ സഹസ്രാധിപന്റെ കോട്ടയിൽ അർദ്ധരാത്രിയിൽ കയറി ചെല്ലാനുള്ള അത്രമാത്രം ആർജവമുള്ള ധനാഢ്യരായിട്ടുള്ള സ്വാധീനമുള്ള ഒരു കുടുംബം. ആ കുടുംബത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പൗലോസ് പറയുക, ക്രിസ്തു നിമിത്തം ഞാൻ ചപ്പും ചവറും എന്ന് എണ്ണുന്നു എന്ന് പറഞ്ഞ് ആ തന്നെത്താൻ താഴ്ത്തുക മാത്രമല്ല, താൻ ഇപ്പൊ പറയുന്നത്, ഞാൻ ഐ ആം എ ബോണ്ട് സ്ലേവ് ഓഫ് ക്രൈസ്റ്റ്, യേശുക്രിസ്തുവിന്റെ കെട്ടപ്പെട്ട അടിമയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് അങ്ങനെ ഒരു രൂപാന്തരത്തിലേക്ക് വരണം. ദൈവത്തിന്റെ കർത്താവിനോട് ഏകീഭാവമുള്ളവരായിട്ട്, നമ്മൾ കർത്താവിന്റെ ആ രൂപത്തോട് നമ്മൾ ഏകീഭവിക്കുന്നവരായിട്ട് നമുക്ക് മാറുവാനായിട്ട് സാധിക്കണം. പലപ്പോഴും നമ്മൾ മാറാറുണ്ട്. പാമ്പ്, കുറേ നാൾ എനിക്കൊരു കുളമുണ്ട്, വീടിൻ്റെ അടുത്തൊരു കുളമുണ്ട്. അപ്പോൾ ആ കുളത്തിൻ്റെ കരയിൽ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ പാമ്പിൻ്റെ പട ഉരിഞ്ഞിട്ടേക്കുന്ന കാണാം. എന്താണെന്നറിയാം, കുറേ നാൾ പാമ്പ് ഇരുന്നിട്ട് എന്ത് ചെയ്യും, ഈ പുറത്തെ പാമ്പിൻ്റെ പട ഉരിഞ്ഞു വെച്ചിട്ട് വീണ്ടും ഇറങ്ങി വരുന്ന ആര് തന്നെയാണ്?
പാമ്പ് തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. എന്നാൽ അതേ സമയത്ത് കൊക്കൂണ്, ഈ പട്ടുനൂൽ പുഴു എങ്ങനെയാണെന്ന് അറിയാമോ? അത് സറിഫെട്ടുകാരൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. കൊക്കൂണിനകത്തിരുന്നിട്ട് അത് തിരിച്ചിറങ്ങി വരുമ്പോ, അതിന്റെ സമാധി കഴിഞ്ഞിറങ്ങി വരുമ്പോ ഒരു മനോഹരമായ ശലഭമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരായിട്ടാണ്? നമ്മൾ പലപ്പോഴും എല്ലാ ദിവസങ്ങളിലും നാം ദൈവത്തിന്റെ വചനം കേൾക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെയും നമ്മൾ ഒരു പടം കൂടെ പൊഴിച്ച് പഴയ ഒരു പാമ്പ് പോലെ തന്നെ ഇങ്ങനെ പോവുക. അങ്ങനല്ല, ഒരു കൊക്കൂണിനകത്ത് നിന്ന് ഇറങ്ങി വരുന്നത് പോലെ വേണം നമ്മുടെ രൂപാന്തരം ഉണ്ടാകുവാൻ. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ഈ കഴുകന്മാരെ കുറിച്ച് ഞാനിങ്ങനെ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. കഴുകൻ ഉയരമുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് കുറെ കാലം കഴിഞ്ഞ് അത് ഒരു ആയുസാകുമ്പോ അതായത് ഒരു പാറയുടെ ഇടുക്കിൽ എവിടെയെങ്കിലും പോയി അവിടെ അങ്ങ് ഇരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ അതിന്റെ തൂവലുകളെല്ലാം പൊഴിയും. അതിനാകെയുള്ള അതിന്റെ എല്ലാ കരുത്തും എന്ന് പറയുന്ന അതിന്റെ തൂവലുകളാണ്. ആ തൂവലുകളെല്ലാം പൊഴിയും. കുറെ പൊഴിയാതെ വരുമ്പോൾ അത് തന്നെ കൊത്തി പറിച്ച് ആ തൂവലുകൾ മുഴുവനും അതവിടെ പൊഴിച്ചിടും. ഏറ്റവും അവസാനം ഒരു മാംസപ്പിണ്ഡം കണക്ക് ഒരു പാറയുടെ ഇടുക്കിൽ അവിടെ അത് ഇരിക്കും. പ്രിയപ്പെട്ടവരെ, കുറച്ചു നാൾ കഴിയുമ്പോൾ പതുക്കെ പുതിയ ചിറകുകൾ മുളച്ച് പുതിയ രൂപത്തിലും പുതിയ ഭാവത്തിലും ഒരു പുതിയ കഴുകനായിട്ട് അത് വീണ്ടും ഉയർന്നു പറക്കുകയാണ്. നമ്മുടെ ആത്മീയ ജീവിതം എങ്ങനെയുണ്ട്? നാം ദൈവസന്നിധിയിൽ ഇരുന്ന് നമ്മുടെ ജഡത്തിന്റെ പ്രവൃത്തികളെ പറിച്ചു കളഞ്ഞിട്ടുണ്ടോ? നമ്മുടെ ജഡത്തിന്റെ ഭാവങ്ങളെ വിട്ടുകളഞ്ഞിട്ടുണ്ടോ? കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെടാത്ത എത്രയോ സ്വഭാവങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. കർത്താവിന് കൊടുക്കാത്ത എത്രയോ മേഖലകൾ നമ്മുടെ ഹൃദയത്തിലുണ്ട്. അതെല്ലാം പറിച്ചു മാറ്റി കർത്താവിന് വേണ്ടി ഉയരത്തിൽ പറക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു മനുഷ്യനായിട്ട് ഞാൻ നിങ്ങളും മാറേണ്ടത് ആവശ്യമാണ്. ഞാനതുകൊണ്ട് ആ വിഷയവും പെട്ടെന്ന് വിടുകയാണ്. അടുത്ത കാര്യം എന്ന് പറയുന്നത് ക്രിസ്തുയേശുവിനുള്ള ഭാവം അല്ലെങ്കിൽ ആ മനസ്സ് നമുക്കുണ്ടാകണം. പിന്നീട് നമ്മൾ വായിച്ച കാര്യം എന്ന് പറയുന്നത് 12-ാം അധ്യായത്തിലെ അടുത്ത വിഷയം, അതുകൂടെ പറഞ്ഞ് ഞാൻ അങ്ങ് അവസാനിപ്പിക്കാം. 12-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച ഭാഗത്തേക്ക് വരുമ്പോ അതുപോലെ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, അതിന്റെ ഒരു ഭാഗം പ്രിയ ജെയിംസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാനത് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യമാണ്. ദൈവാത്മാവ് ആ കാര്യം വെളിപ്പെടുത്തി കഴിഞ്ഞു. നിങ്ങളും സഭയും എങ്ങനായിരിക്കണം? ഇന്ന് സഭയെന്ന് പറയുന്നത് ആ സഭയോടുള്ള ഉത്തരവാദിത്വം ഒരു കൂട്ടുത്തരവാദിത്വമായിട്ട് ആർക്കും മനസ്സിലാകുന്നില്ല. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഉത്സാഹിച്ചോടുന്നത് ഈ ലോകത്തിന്റെ കാര്യങ്ങളിലാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളെ രാവിലെ 7 മണിക്ക് ഒരു കൊടയും ചോടിച്ച് ബസ് സ്റ്റോപ്പിലോ അല്ലെങ്കിൽ സ്കൂൾ ബസ് വരുന്നിടത്തോ പോകുന്നതിന് ഒരു മടിയില്ല. രാത്രി 5 മണിക്ക് എഴുന്നേറ്റ് പഠിപ്പിക്കുന്നു, ഒരുക്കുന്നു, വിടുന്നു, രാവിലെ സ്കൂളിൽ പോകാനായിട്ട് അങ്ങ് നിൽക്കുന്നു. എന്തോ ഒരു തിരക്കാന്നറിയാമോ? എന്നാൽ ഞായറാഴ്ച രാവിലെ അവൻ എഴുന്നേറ്റ് വന്നില്ലെങ്കിലും ഒരു പ്രശ്നവും ഇല്ല. സൺഡേ സ്കൂളിൽ പോകുന്ന കാര്യത്തിൽ ഒരു തിരക്കും ഇല്ല. പോയി വന്നു എന്ന് പറഞ്ഞാൽ ആത്മീയ വിഷയങ്ങളിൽ അല്പം പോലും താല്പര്യമില്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് വരികയാണ്. എന്താ സഭയും നമ്മളുമായിട്ടുള്ള ഉത്തരവാദിത്വം? പൗലോസ് ആ കാര്യം വളരെ വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താ പറയുന്നത്? 4-ാം വാക്യം ഒന്ന് വായിച്ചേ. ഒരു ശരീരത്തിൽ അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകുന്നു. അതുകൊണ്ടുള്ള ശുശ്രൂഷകളെ കുറിച്ചാണ് താഴെ നമ്മൾ വായിക്കുന്നത്. നാം എല്ലാവരും ക്രിസ്തുവിൽ ഒരു ശരീരമാണ്. ഞാൻ പലപ്പോഴും എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെല്ലാവരും പരസ്പര പൂരകങ്ങളാണ്. നമ്മൾ ഒരു ശരീരത്തിന്റെ അവയവങ്ങളാണ്. ആ ഒരു ശരീരത്തിന്റെ അവയവം എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ഒരുപോലെ ഉത്തരവാദിത്വം എടുത്ത് നോക്കിയാലേ ഈ ശരീരം എഴുന്നേറ്റ് നടക്കാനൊക്കത്തുള്ളൂ. തലയ്ക്ക് ആഗ്രഹമുണ്ട് എഴുന്നേക്കണമെന്ന്, പക്ഷെ അനങ്ങുകയില്ലെങ്കിലോ. ഞങ്ങൾ കൊച്ചറയിലായിരുന്ന ആ സമയത്തൊരു വീട്ടിൽ പോകാനിടയായി. അവിടെ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ സ്പൈൻ തകർന്നിട്ട് കിടപ്പിലാണ്. അദ്ദേഹത്തിൻ്റെ പേര് തമ്പിയെന്ന് അവിടെ ഇരിക്കുന്ന ചിലരൊക്കെ അറിയും. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹം ഇപ്പോൾ ഇല്ല. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, എനിക്കൊന്ന് മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാവരും നമ്മളോട് പറയുന്നത് ജീവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ്. ജീവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എന്നാൽ അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ പാസ്റ്ററെ മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൊ ഞാൻ അദ്ദേഹത്തെ കുറെ ആശ്വസിപ്പിച്ചപ്പോൾ അദ്ദേഹം പതുക്കെ, അദ്ദേഹത്തിന്റെ കൈയും കാലും അനങ്ങത്തില്ല. അപ്പോ ഈ കാലേന്ന് ഇത് പുതപ്പൊന്ന് മാറ്റാമോ എന്ന് ചോദിച്ചു. ഞാൻ പതുക്കെ കാലേന്ന് പുതപ്പൊന്ന് മാറ്റി. അദ്ദേഹം പറഞ്ഞു, എൻ്റെ കണ്ണും കൊണ്ട് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു, ഒരു എലി എൻ്റെ കാലിൽ എന്ത് ചെയ്യുക.
ഒരു എലി എൻ്റെ കാല് കടിച്ചു പറിക്കുന്നത് ഞാൻ കണ്ടുകൊണ്ടിരുന്നു. എനിക്കതിനെ ആട്ടിപ്പായിക്കാൻ പോലും കഴിഞ്ഞില്ല. ഈ തലയ്ക്ക് മനസ്സുണ്ട്, പക്ഷെ ശരീരം അനുവദിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു ശരീരമായിട്ട് ഞാനും നിങ്ങളിവിടെ ജീവിച്ചിട്ട് എന്താ കാര്യം? യേശു ക്രിസ്തു എന്ന ശിരസിനോട് ചേർന്ന് ആക്റ്റീവായിട്ടുള്ള ഒരു വിശ്വാസിയായിട്ട് ഞാനും നിങ്ങൾ ജീവിക്കുന്നില്ലെങ്കിൽ നമ്മളെ കുറിച്ചുള്ള ദൈവോദ്ദേശം എന്താണ് എന്ന് നാം മനസ്സിലാക്കിയിട്ടില്ല. ക്രിസ്തുവേശുവിലുള്ള ഭാവം, ക്രിസ്തുവേശുവിലുള്ള ആ സ്വഭാവം, സമർപ്പിക്കപ്പെട്ട ശരീരം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഒരു സഭ, നമ്മൾ സാർവലൗകിക സഭയുടെ അംഗങ്ങളാണ്, ഒരു പ്രാദേശിക സഭയുടെ അംഗങ്ങളാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളും ഞാനും ഒക്കെ യോഗത്തിന് പോകുന്നവരാ. ഈ യോഗത്തിന് പോരുമ്പോ യോഗത്തിന് നമ്മൾ തീരുമാനിച്ച ഒരു സമയമുണ്ട്. ഒരു പുതിയ നിയമസഭയ്ക്ക് എത്ര യോഗങ്ങളാണ് ഉള്ളത്? പുതിയ നിയമസഭയ്ക്ക് എത്ര യോഗങ്ങളാണ് ഉള്ളത്? സഹോദരിമാർ പറഞ്ഞേ, പുതിയ നിയമസഭയ്ക്ക് എത്ര യോഗങ്ങളാണ് ഉള്ളത്? അതുപോലും അറിയത്തില്ലെങ്കിൽ പറഞ്ഞോ, പുതിയ നിയമസഭയ്ക്ക് എത്ര യോഗങ്ങളുണ്ട്? എന്നാ പിന്നെ സഹോദരന്മാരോട് ചോദിക്കാം, ഉപദേശക്കാരും പറയാം, പുതിയ നിയമസഭയ്ക്ക് എത്ര യോഗങ്ങളുണ്ട്? പറ. ഏതൊക്കെയാ? അപ്പൊ നുറുക്കി ക്ലൂ ഞാൻ തന്നു കഴിഞ്ഞു. അപ്പൊ നുറുക്കി പ്രാർത്ഥനാ യോഗം, പ്രാർത്ഥന കഴിച്ചു, കൂട്ടായ്മ ആചരിച്ചു, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. അപ്പൊ ഒരു സഭയ്ക്ക് 4 യോഗങ്ങളുണ്ട് ഒരാഴ്ചയിൽ, അല്ലേ? ആ 4 യോഗങ്ങൾ നിങ്ങൾ തീരുമാനിച്ചാൽ, ഇനി 2 ഉള്ളെങ്കിൽ സാരമില്ല, എന്നോടൊന്നും വഴക്കൂടണ്ട, 2 ഉള്ളെങ്കിൽ 3 ഉള്ളെങ്കിൽ അത് നിങ്ങളും ദൈവമായിട്ട് തീർത്തോ. ഈ 4 യോഗങ്ങൾ ഉള്ളെങ്കിൽ ആ യോഗങ്ങളിൽ നിങ്ങൾ സഭയായിട്ട് തീരുമാനിച്ചതാണെങ്കിൽ ആ സഭ, ആ യോഗങ്ങളെ എല്ലാം ദൈവവചനം പറയുന്നത് സഭായോഗങ്ങളെന്നാണ്, അല്ലെ? സഭയുടെ യോഗങ്ങൾ, അത് നിങ്ങൾ ദൈവത്തോടു കൂടെ തീരുമാനിച്ചതാ. ആ യോഗത്തിൽ ആദ്യം വരുന്ന ആരാ? പാസ്റ്റർ താക്കോലുമായിട്ട്, അല്ലെ മൂപ്പൻ താക്കോലുമായിട്ടാണോ? അല്ല. മൂപ്പനും പാസ്റ്ററും വരുന്നതിന് മുമ്പ് അവിടെ ഒരാൾ വന്ന് നിൽപ്പുണ്ട്. ആരാത്? 2 or 3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ ഞാനുണ്ട് എന്ന് പറഞ്ഞ് അവരുടെ നടുവിലേക്ക് ഇറങ്ങി വരുന്ന ഒരു കർത്താവ് നിന്നെ നോക്കി നിൽക്കുന്നുണ്ട്. പക്ഷെ വരാൻ താമസമാണ്, നമുക്ക് തിരക്കാ. കർത്താവ് നോക്കി നിന്ന് പലരും അകത്ത് കയറി, അവരെയൊക്കെ കണ്ട് സന്തോഷത്തോടെ അകത്ത് കയറി. ഈ വെളിപ്പാട് ദിവസം വായിക്കുമ്പോൾ കർത്താവ് എവിടാന്നാ പറഞ്ഞേ? ലവോദിക്ക സഭയ്ക്ക് കർത്താവ് എവിടാന്നാ പറഞ്ഞേ? അതെന്തിനാ അവിടെ ചെന്നിരിക്കുന്നേ? അച്ഛാ, ഇന്നിപ്പോ പണ്ട് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറയാം. പണ്ട് കർത്താവ് പറഞ്ഞത് 100, 60, 30 മേനി, 100, 60, 30 പേര്. ഞാനത് വേറൊരു അർത്ഥത്തിൽ പറയുക. ഒരു സഭയിൽ അന്നത്തെ കാലത്ത് 100 പേരുണ്ടെങ്കിൽ 100 പേര് രക്ഷിക്കപ്പെട്ടവരാ. കുറച്ചു നാൾ കഴിഞ്ഞപ്പോ 100 പേരിൽ 60 പേര് രക്ഷിക്കപ്പെട്ടവരാ, 40 പോക്കാ. പിന്നീട് ഇപ്പോഴത്തെ കാലത്ത് 100, 60, 30, 100 പേരിൽ 30 പേരേ ഉള്ളത്. എന്താ? രക്ഷിക്കപ്പെട്ട് കർത്താവിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നവര്. ബാക്കി 70 പോക്കാണ്. ഞാൻ ഈ പറയുന്നതൊക്കെ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി, നിങ്ങൾ തന്നെ മാർക്കിട്ടാൽ മതി. ഈ 30 പേര് പറയുന്നതാണോ ഒരു സഭയിൽ നടക്കുന്ന? ബാക്കി 70 പേര് പറയുന്നതാണോ? 70 പേര് പറയുന്നത്. അപ്പൊ സഭയുടെ നേതൃത്വത്തിൽ ആരാ ഉണ്ടാകുക? പറ. ഇന്ന് അനേക സഭകളിൽ പ്രശ്നങ്ങൾ വരാൻ കാരണം സഭയുടെ എല്ലാ കാര്യങ്ങളിലും വേണ്ടതുപോലെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഒരു വിശ്വാസി തയ്യാറല്ല എന്നുള്ളത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, യോഗത്തിന് വരാൻ നിന്നെ കാത്തിരുന്ന് ദൈവം അടുക്കുമ്പോൾ 23-ാം സങ്കീർത്തനത്തിന്റെ അവസാനത്തിൽ നാം വായിക്കുന്നു. എന്താ വായിക്കുന്നു? നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. നീ ഒന്ന് നിന്നിട്ട് വേണ്ടേ? നിന്റെ പുറകെ വന്നേക്ക കർത്താവ്. നീ നിന്നാലേ നീയുള്ളൂ. നന്മയും കരുണയും ആയുഷ്കാലമൊക്കെ നിന്നെ പിന്തുടരും. നീ നിന്നാൽ മാത്രം ദൈവം നിന്റെ അടുക്കിലേക്ക് വരും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവസന്നിധിയിൽ ഈ ശരീരം എന്നുള്ള ആശയം നാം വളരെ വ്യക്തമായിട്ട് പഠിച്ചിരിക്കേണ്ടതാണ്. അതിന്റെ ഒരു ഭാഗമാണ് അച്ഛൻ ഓർപ്പിച്ചത്, മൃഗങ്ങളെ തോലുരിക്കുന്നു. ദൈവസഭയിൽ എന്തില്ല? ദൈവസഭയിൽ യാതൊരു തരത്തിലുള്ള വലിപ്പ ചെറുപ്പ ഭാവങ്ങളില്ല. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തിന്റെ സഭയിൽ 4 പ്രധാനപ്പെട്ട ഓഫീസുകളുണ്ട്. ഏതാ? 4 പ്രധാനപ്പെട്ട ഓഫീസുകളുണ്ട്. ഏതാ? പറഞ്ഞോ, ഏതാ? അതിന് മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ. 2 പേരും ഇപ്പൊ ഇല്ലല്ലോ. ഇല്ല. ഇനിയുള്ളവരാണ്
സുവിശേഷകന്മാർ. ഇന്ന് ബ്രദറൻ സമൂഹത്തിന് ഏറ്റവും പറ്റിയൊരു കുഴപ്പം, സുവിശേഷകന്മാർ എവിടാന്ന് അവർ പഠിപ്പിക്കുന്നത്? ആര് പറഞ്ഞു? ദൈവത്തിന്റെ വചനം ഞാൻ വളരെ പ്രാവശ്യം എല്ലാ അർത്ഥത്തിലും പഠിച്ചിട്ടാ പറയുന്നത്. ഞാൻ ഇങ്ങനെ പറയട്ടെ, പ്രവാചകൻ അപ്പോസ്തലന്മാർ ആഗോള സഭയുടെ സ്വത്താണ്, പ്രവാചകൻ സാർവലൗകിക സഭയുടെ സ്വത്താണ്, സുവിശേഷകൻ സാർവലൗകിക സഭയുടെ സ്വത്താ. ഒരു സുവിശേഷകൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശുശ്രൂഷകനായിട്ട് കാണരുത്. ഒരു സുവിശേഷകൻ എന്ന് പറഞ്ഞാൽ അയാൾ ഒരു സ്ഥലം സഭ സ്ഥാപിച്ചിരിക്കണം, അയാളെ സ്വർഗത്തിൽ ദൈവം വിളിച്ചു എന്നുള്ള ഉറപ്പ് അതിലൂടെ സ്ഥാപിക്കപ്പെടുകയാണ്. ഒരു സ്ഥലം സഭ പോലും സ്ഥാപിക്കാൻ കഴിയാത്ത ആളുകളെ സുവിശേഷകന്മാരെന്നല്ല വിളിക്കേണ്ടത്, ശുശ്രൂഷകന്മാരെന്ന് വിളിക്കണം. അതുകൊണ്ട് ഇന്ന് അനേക ബൈബിൾ സ്കൂളുകളും കോളേജുകളും അനേകരെ എന്ത് ചെയ്തിരിക്കുക, സൃഷ്ടിച്ചിട്ട് അവർ പല സഭകളിലും ശുശ്രൂഷകന്മാരായിട്ട് കയറി അവർ അവിടുത്തെ നന്മ അനുഭവിച്ച് മുന്നോട്ട് പോകുക. അവർക്ക് സഭയുടെ ഉത്തരവാദിത്വം ഹോൾ പണിയണമെന്നില്ല, അവർക്ക് കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കണമെന്നില്ല, അവർക്ക് അവിടെ ഒരു സെമിത്തേരി വേണമെന്നില്ല, അവിടുത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകണമെന്ന് അവർക്കില്ല. അവരായി അവരുടെ പാടായി അവരെന്ത് ചെയ്താലും അവർക്ക് മാസാമാസം അല്ലെങ്കിൽ എവിടുന്നെങ്കിലും കിട്ടാനുള്ളത് കിട്ടിക്കൊള്ളും. ഞാനീ പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ ഇടുക്കി ജില്ലയിൽ തന്നെ നമ്മൾ ചിന്തിക്കുക, രക്ഷിക്കപ്പെട്ട കർത്താവിന്റെ വിളിയുള്ള എത്ര സുവിശേഷകന്മാർ സ്ഥലം സഭ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, സഭ എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരമാണ്. ആ ശരീരത്തോട് എന്നെ നിങ്ങളെ ചേർത്തൊട്ടിച്ച അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവ്യ സൗധമാണ് എന്നുള്ള ചിന്ത നിങ്ങളെ ഭരിക്കണം. അപ്പോ ഇന്ന് സഭയിൽ സുവിശേഷകന്റെ സ്ഥാനം എന്ന് പറയുന്നത് കർത്താവും പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം സാർവലൗകിക സഭയിൽ സുവിശേഷകന്മാർക്കാ. അത് ദൈവത്തിന്റെ വചനം വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ അതിനൊരു ഉദാഹരണം പറയാം. ഞാൻ ഗൾഫിൽ ചെന്നാലും സുവിശേഷകനാ, അമേരിക്കയിൽ ചെന്നാലും സുവിശേഷകനാ, ഇടുക്കി ജില്ലയിൽ എവിടെ ചെന്നാലും സുവിശേഷകനാ, ലോകത്തിൽ എവിടെ പോയാലും ഞാൻ സുവിശേഷകനാ. എന്നാൽ ഈ സഭയിലെ മൂപ്പൻ പ്രിയ മത്തായിച്ചാനെ ഞാൻ കോട്ടയം സഭയെ കൊണ്ട് ചെന്നാൽ അവിടുത്തെ മൂപ്പനാകുമോ? പറ്റുമോ? എന്ന് പറഞ്ഞാൽ മൂപ്പനാണ് ഇവിടെ. അതാത് ലോക്കൽ സഭകളിലുള്ള ഒരു ശുശ്രൂഷയാണെന്ത് മൂപ്പന്റെ ശുശ്രൂഷ. ഒരു പക്ഷേ ഇതൊരു വിവാദമാകാം. എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ വചനം മനസ്സിലാക്കിയപ്പോൾ കൃത്യമായിട്ട് നമുക്ക് പറ്റിപ്പോയ ചില അബദ്ധങ്ങൾ. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ശുശ്രൂഷകന്മാർ വർദ്ധിച്ചു, സുവിശേഷകന്മാരുടെ എണ്ണം കുറഞ്ഞു. സുവിശേഷകനാണെങ്കിൽ എന്ത് ചെയ്യണം? ഉത്തരവാദിത്വം വേണം, ആത്മാക്കളെ നേടണം, സഭകൾ ഉണ്ടാകണം, ആത്മാക്കളുടെ പിന്നാലെ പോകണം. ഞാൻ ഓർക്കുന്നുണ്ട്, കൊടിയൊക്കെ ഒരാൾ എന്നെ കണ്ട് ഒളിച്ചിരിക്കുക. ഇന്ന് പ്രിയ ജെയിംസ് ഞാൻ അത് പറഞ്ഞു. ഞാൻ ചെല്ലുന്നത് കണ്ടിട്ട് പുള്ളി കൊടിയേൽ അനങ്ങാതിരുന്നു. പക്ഷെ ചുമ വന്നപ്പോ താഴെ എന്ത് ചെയ്യേണ്ടി വന്നു? ചുമ വന്ന് താഴെ ഇറങ്ങി. അദ്ദേഹം ഇന്ന് നമ്മുടെ സഭയിലുണ്ട്. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ദൈവം ഇതൊരു വലിയ ഉത്തരവാദിത്തമാണ്, ഇതൊരു വലിയ കഷ്ടപ്പാടാ. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ രാജകുമാരി ബ്രഹ്മ അസംബ്ലിയില് സുവിശേഷ വേലയ്ക്ക് വേർതിരിഞ്ഞു വന്നയാളാ. ഞാൻ പത്തനംതിട്ട ബൈബിൾ കോളേജിൽ ഫസ്റ്റ് ബാച്ചിൽ പഠിച്ചയാളാ. എനിക്ക് വേണമെങ്കിൽ രാജകുമാരിയിൽ നിന്നിരുന്നെങ്കിൽ അന്ന് 120-ലധികം പേര് കർത്തൃമേശയിൽ പങ്കെടുക്കുന്ന ഒരു സഭ അവിടെ. എന്നോട് ഒരിക്കലും കൊച്ചറയ്ക്ക് പോകരുതെന്ന് അവിടുത്തെ മൂപ്പന്മാര് പ്രാർത്ഥിച്ച് സങ്കടത്തോടെ എന്നെ അയച്ചെങ്കിലും അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ എന്നോട് പോകരുതെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഞാൻ പോയത് കൊണ്ട് എനിക്ക് എന്താ നേട്ടം? നിങ്ങൾ പറ. എന്റെ പേര് പോയി, എനിക്കുണ്ടായിരുന്ന വില പോയി, എനിക്ക് എന്തെല്ലാം ദോഷങ്ങൾ നിങ്ങൾ എന്തെല്ലാം എന്നെ കുറിച്ച് കേൾക്കുന്നു. ഞാൻ ഈ പറഞ്ഞത് ഒരു സുവിശേഷകന്റെ സങ്കടം ദൈവമല്ലാതെ വേറെ ആരും അറിയുന്നില്ല. സ്വർഗം തുറക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കണം. അപ്പൊ ഒരു സഭ എന്ന് പറയുന്നത് ആർക്കും കയറി മേയാവുന്ന ഒരു സ്ഥലമല്ല. രാജാതിരാജാവും കർത്താവുമായവൻ അവൻ ഇറങ്ങി വരുന്ന സ്ഥലമാണ്. അതിന്റെ ഭവ്യത, അതിന്റെ വിശുദ്ധി, അതിന്റെ പവിത്രത പാലിക്കുവാൻ വിശ്വാസിയെ നിനക്ക് സാധിക്കണം. അതാ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അത് സാധിക്കാത്തിടത്തോളം പ്രിയപ്പെട്ടവരെ, സങ്കടകരമായി കർത്താവ് പുറത്ത് നിൽക്കത്തേ ഉള്ളൂ. കർത്താവ് അകത്തേക്ക് വരണമെങ്കിൽ ഈ സമർപ്പണത്തിന്റെ ബോധം നമുക്കുണ്ടാകണം. അടുത്തത്, ഞാൻ സമയം കഴിഞ്ഞു പോയി, അതുകൊണ്ട് ഞാൻ 2 കാര്യങ്ങൾ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇനി നമ്മുടെ ശുശ്രൂഷകൾ എങ്ങനെ ചെയ്യണം, ഈ ശുശ്രൂഷകൾ എങ്ങനെ ചെയ്യണമെന്നുള്ളത് 15:10 സഹോദര പ്രീതി എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. സഹോദര പ്രീതിയിൽ തമ്മിൽ, എന്റെ പൊന്നച്ഛനെ ഇപ്പൊ സ്ഥായി വേണ്ട,
ഒരുവനാൽ ഒരുവൻ ഒടുങ്ങിപ്പോകാതിരിപ്പാൻ എന്ത് ചെയ്യണം? ഒരുവനാൽ ഒരുവൻ ഒടുങ്ങിപ്പോകുന്ന കാലം, നിങ്ങൾ ഒരുത്തനെതിരെ എന്ത് ചെയ്യരുത്? ഞരങ്ങിപ്പോകരുത്. പക്ഷെ ഇന്നെന്താ നടക്കുന്നത് നമ്മുടെ സമൂഹത്തില്, നമ്മുടെ ഈ ക്രൈസ്തവ ഗോളത്തിൽ എന്താ നടക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങനെ പറയട്ടെ, മണിയാശാൻ പ്രശ്നക്കാരനായി സബ് ജയിലിൽ കിടന്നപ്പോ, പിരിമേഡ് സബ് ജയിലിൽ കിടന്നപ്പോ, അന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി പിണറായി, അന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, അദ്ദേഹം അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഈ വെലങ്ങ് വെച്ചവരെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? സല്യൂട്ട് ചെയ്യിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, നടത്തി എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ രാഷ്ട്രീയ പാർട്ടിക്കില്ലാത്ത അധാർമികമായിരിക്കുന്ന മൂല്യച്യുതിയിലേക്ക് ദൈവസഭ പോയി എന്നുള്ളത് ഞാൻ വളരെ വ്യക്തമായിട്ട് ഓർപ്പിക്കട്ടെ. ഞാനിത് വളരെ ഗൗരവമായിട്ട് നിങ്ങളോട് പറയുന്നത് അനുഭവങ്ങളാണല്ലോ. നമ്മുടെ ഗുരുനാഥൻ ദൈവവചനം ബൈബിൾ കോളേജിൽ നിന്ന് മാത്രമല്ല പഠിക്കേണ്ടത്, പ്രായോഗിക ജീവിതത്തിൽ നിന്നും പഠിക്കണം. ആത്മാക്കളെ നേടുന്നവൻ, ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കുന്നവൻ, ആത്മാക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവൻ, രാത്രിയും പകലും 2, 3, 4 വർഷങ്ങൾ വീടാന്തരം നടന്ന് ആത്മാക്കളെ മുന്നോട്ട് കൊണ്ടുവരുവാൻ എത്ര പാടുപെട്ടിട്ടുണ്ട്, എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് അവസാനിപ്പിക്കണമെങ്കിലുണ്ടല്ലോ, അത് അവസാനിപ്പിക്കാൻ ഒരു നുണയൻ മതി. ഒരൊറ്റ ശുശ്രൂഷ കൊണ്ട് എന്ത് ചെയ്യും? ആ ഒരൊറ്റ ശുശ്രൂഷ കൊണ്ട് ആ സഹോദരൻ ചിലപ്പോൾ സമൂഹത്തിൽ നിന്ന് മാറിപ്പോകാം. അനുഭവമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, നാം ശരീരങ്ങളാണെന്നുള്ള കാര്യം മറക്കരുത്. ശരീരം, ഈ കയ്യെ വെട്ടിമുറിക്കാൻ തുടങ്ങിയാൽ എങ്ങനെ ഇരിക്കും? അതിനെന്തോ പറയും? എന്റെ ഈ കയ്യെ വെട്ടിമുറിക്കുന്നു, നിങ്ങൾ എന്നെ എന്തോ വിളിക്കും? എന്തെന്നൊക്കെ വിളിക്കും? ലഗ്യോണെന്ന് വിളിക്കും. അത് മറ്റേ പുള്ളി എവിടാ തന്നെത്താൻ ചതച്ചു അല്ലേ? ഭ്രാന്തൻ. യേശുക്രിസ്തുവിന്റെ ശരീരമായ ഞാനും നിങ്ങളും ആ ഒരു വിളിക്കാണോ യോഗ്യരായിട്ടുള്ളത്? യേശുക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണെങ്കിൽ, ക്രിസ്തുവിന്റെ രക്തമാണ് എന്റെ നിങ്ങളുടെ വിലയെങ്കിൽ, ക്രിസ്തുവിന്റെ ആലോചനയാണ് ഈ ശരീരം പാലിക്കുന്നതെങ്കിൽ, എന്റെ ചോദ്യം ഇതാ, ക്രിസ്തുവിന് വേണ്ടി നിലനിൽക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, അടുത്തത് ഈ ശുശ്രൂഷകളെ കുറിച്ച് പറയുമ്പോൾ സഹോദര പ്രീതി. അടുത്തത് കൂട്ടായ്മ കാണിക്കുക. ഏത് കാര്യത്തിലാ? വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ ഒരു കൂട്ടായ്മയും കാണിക്കണ്ട, പക്ഷെ ദോഷം ചെയ്യരുത്. ഒരു കൂട്ടായ്മയും കാണിച്ചില്ലെങ്കിലും ദോഷം ചെയ്യരുത്. ദൈവദാസന്മാർക്ക് ദോഷം ചെയ്യരുത്. ഒരു കൂട്ടായ്മയും കാണിക്കേണ്ട. ദൈവം വിളിച്ചവനാണെങ്കിൽ അവനെ ദൈവം നടത്തിക്കൊള്ളും. ദൈവം വിളിച്ചവനാണെങ്കിൽ അവനെ കാര്യം നിവർത്തിച്ചുകൊള്ളും. പ്രിയപ്പെട്ടവരെ, ഒരു ദോഷം നമ്മൾ ചെയ്യരുത്. അതുകൊണ്ട് കൂട്ടായ്മ കാണിക്കുക എന്ന് എഴുതിയിട്ടുണ്ട്. അടുത്തത് അതിഥി സൽക്കാരം ആചരിക്കുക. അതിഥി സൽക്കാരം. ഇപ്പൊ നാട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, ഈ അടുത്ത സമയത്ത് വലിയ പ്രസംഗനായ എൻ്റെ ഒരു സ്നേഹിതൻ, അദ്ദേഹം എന്നോട് പറഞ്ഞു, ബ്രദറെ, ഇപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാലും താമസം ലോഡ്ജുകളിലാണ്. പാട്ടുകാരവിടെ താമസിക്കുന്നത്, പാട്ടുകാർ വേറൊരു ലോഡ്ജില്, ഉദ്ദേശി വേറൊരു ലോഡ്ജില്. സമയമാകുമ്പോ എന്ത് ചെയ്താൽ മതി? വീട്ടിലൊന്നും ആർക്കും എന്തില്ല. ഒരു വീടുകളിലും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവവചനം പഠിച്ച് വീടുകളിലായിരുന്നു ആദ്യത്തെ സഭാ ഹോളുകൾ അല്ലേ? അവർ വീടുകളിലാണ് കൂടിയിരുന്നത്, അവർ വീടുകളിൽ ആരാധിച്ചിരുന്നത്. 6 വർഷം എൻ്റെ വീട്ടിൽ ഞാനൊരു സഭ ആരാധന മുന്നോട്ട് പോയത് 6-7 വർഷങ്ങളുണ്ടായിരുന്നു. ഇവിടെ തൂക്കുപാലത്ത് അങ്ങനെയായിരുന്നു, വീടുകളിൽ. പ്രിയപ്പെട്ടവരെ, അനേക സ്ഥലങ്ങളിൽ ജെയിംസാൻ അങ്ങനെയായിരുന്നു ആദ്യമൊക്കെ. പിന്നീടാണ് സഭയും ഹോളുകളൊക്കെ ഉണ്ടായത്. ഈ വീടുകൾ കർത്താവിന്റെ ആണെന്നുള്ള ബോധ്യം ഉണ്ടാകണം. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ നമ്മുടെ വീടുകൾ അതിഥി സൽക്കാരത്തിനായിട്ട് തുറക്കുവാൻ ദൈവം സഹായിക്കട്ടെ. ഞാൻ പെട്ടെന്ന് പറയട്ടെ, ശുശ്രൂഷകൾ മടുപ്പില്ലാതെ, ആത്മാവിൽ എരിവുള്ളവരായി, മടുപ്പില്ലാതെ. ഈ വാക്ക് അച്ഛൻ വിശദീകരിക്കുമെന്ന് ഞാൻ വിചാരിച്ചത്, വായിച്ചങ്ങ് വിട്ടതേ ഉള്ളൂ. ആത്മാവിൽ എരിവുള്ളവരായി, എന്താ മടുപ്പില്ലാതെ. ഇത് ഹൃദയത്തിന്റെ വർക്കിങ്ങിനെ കുറിച്ച് പറയുന്ന ഒരു വാക്കാണ്. ഹൃദയത്തിന്റെ വർക്കിങ്ങില്ലേ, ഇത് സ്പന്ദനം ആരംഭിച്ച അമ്മയുടെ ഉദരത്തിൽ ജനിച്ച് സ്പന്ദനം ആരംഭിച്ച അന്ന് മുതൽ എന്നുവരെ ഇത് വിളിക്കും സമയമം. രഥത്തിൽ അന്ന് ആ പാട്ട് കേൾക്കുന്നവൻ വരെ എന്ന് പറഞ്ഞാൽ അതിനടുത്ത് വരെ ഇത് ഇടിക്കും. ഇതിന്റെ മിടിപ്പ് നിൽക്കുമ്പോൾ അതിന്റെ അർത്ഥം ഇവിടുത്തെ സ്ഥിരോത്സാഹമായിട്ട് മിടിച്ചത് ഒരു ദിവസം 1,00,000-ലധികം പ്രാവശ്യം. അതെ, അവിടെ ഒരു സിസ്റ്റം പഠിക്കുന്നവരൊക്കെ ഇരിപ്പുണ്ടല്ലോ. 1,00,000-ലധികം പ്രാവശ്യം ഹൃദയം പിടിക്കുക. ആരെങ്കിലും ഉത്സാഹിപ്പിച്ചിട്ടുണ്ടോ? വാച്ചിന് കീ കൊടുക്കണം, ബാറ്റ് വാങ്ങിച്ചിട്ടുണ്ടോ? നമ്മുടെ ഹൃദയത്തിനോ? ഇത് നടത്തി തരുന്ന ദൈവത്തെ വേണ്ടതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, വേണ്ടതുപോലെ
അതുപോലെ നാം ഭയപ്പെടുന്നില്ല. അതുകൊണ്ട് അക്കാര്യം ഞാൻ വിടുന്നു. എല്ലാവരോടും 12-18 ശുശ്രൂഷ ചെയ്തു. പക്ഷെ എങ്ങനെ ആയിരിക്കണം? എല്ലാവരോടും സമാധാനമാചരിപ്പീൻ. 12:18 ശുശ്രൂഷ എങ്ങനെ ആയിരിക്കണം? 12:8-11 ഉത്സാഹത്തോടുകൂടെ ആയിരിക്കണം. 12:8 പ്രസന്നതയോടുകൂടെ ഈ പ്രാർത്ഥിക്കാനും അതുപോലെ ദൈവവചന ശുശ്രൂഷയ്ക്കും അതുപോലെ ഓരോ ശുശ്രൂഷയ്ക്കും അതുപോലെ വീട്ടിൽ ഏത് കാര്യത്തിനും മുഖത്ത് എന്ത് വേണം? ഒരു പ്രസന്നത വേണം. പ്രിയപ്പെട്ടവരെ, പ്രസന്നതയോടുകൂടെ കാര്യം ചെയ്യണം. അതുപോലെ നാം വായിക്കും നിർവ്യാജമായി 12:9 നിർവ്യാജമായിട്ടിരിക്കണം. എന്താ എന്താ കർത്താവ് ഈ വാക്ക് പൗലോസ് മുഖാന്തരം ഇത് പറയാൻ കാര്യം എന്താ? വ്യാജത്തിന്റെ കാലമാണ്. വ്യാജം എന്താ? വ്യാജം എന്ന് പറഞ്ഞാൽ ഒറിജിനൽ അല്ല. ഈ അടുത്ത സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു ദേവദാസൻ പ്രസംഗിച്ചു, അവാർഡ് കൊടുക്കുകയാണെങ്കിൽ ആർക്ക് കൊടുക്കണം? ഇന്ന് അവാർഡ് മുഴുവൻ ഡ്യൂപ്ലിക്കേറ്റിലായിട്ടാണ്, ഒറിജിനൽ മാറിയിരിക്കുക. അവാർഡ് കൊടുക്കുകയാണെങ്കിൽ, അഭിനയത്തിന് അവാർഡ് കൊടുക്കുകയാണെങ്കിൽ ആർക്ക് കൊടുക്കണം? മിക്കവാറും വിശ്വാസികൾക്ക് കൊടുക്കേണ്ടി വരും. കാരണം ഭക്തി ഇല്ലേലും ആരെ പോലെ ഇരിക്കും? ഭക്തനെ പോലിരിക്കും. പാട്ട് പാടിയില്ലേലും പാടുന്ന പോലെ ചുണ്ടനക്കും. മനസ്സിലായോ? എന്തെല്ലാം കാര്യങ്ങളാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വ്യാജത്തെ വിട്ടൊഴിഞ്ഞ് ദൈവകൃപയിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിലുള്ള ജീവിതം നയിക്കുവാനായിട്ട് ദൈവം സഹായിക്കട്ടെ. ഞാൻ അവസാനത്തെ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. നിങ്ങളും നിങ്ങളുടെ ശത്രുക്കളും. അതുകൊള്ളാമല്ലോ, വിശ്വാസികൾക്ക് ശത്രുക്കളുണ്ടോ? നമ്മൾ ആരോടും ശത്രുക്കളൊന്നും ആയിരിക്കാൻ പാടില്ല. ശത്രുത നമുക്കുണ്ടായിരിക്കാൻ പാടില്ല. ഈ അടുത്ത സമയത്ത് എന്നോട് ഒരു ദൈവദാസൻ പറഞ്ഞു, ശത്രുക്കളായിരിക്കരുത്, ശത്രുത പാടില്ലെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം പറയാം. എല്ലാവരോടും ഒന്നും ശത്രുത പാടില്ല. പക്ഷേ ചിലരെ നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങളൊന്ന് വായിച്ചേ, യൂദ 19 ഒന്ന് വായിച്ചേ. 18-19 പെട്ടെന്ന് വായിച്ചിട്ട് അവസാനിപ്പിക്കാം. അന്ത്യകാലത്ത് ഇത് എവിടെ ഉണ്ടാകുന്ന കാര്യം? നാട്ടിൽ നടക്കുന്ന കാര്യമല്ല, ആണോ? അല്ല, അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകും. അവർ ഭിന്നത ഉണ്ടാക്കുന്നവർ. എവിടെ? നാട്ടിലല്ല. നാട്ടിൽ പഞ്ചായത്തിൽ ഭിന്നത ഉണ്ടാക്കാൻ ചെല്ലാൻ പറ്റുമോ? മുനിസിപ്പാലിറ്റിയിൽ ഭിന്നത ഉണ്ടാക്കാൻ ചെല്ലാൻ പറ്റും? ചന്തയിൽ ഇറങ്ങി ഭിന്നത ഉണ്ടാക്കാൻ ചെന്ന വിവരം അറിയും. അപ്പൊ പിന്നെ എവിടെയുള്ള സ്ഥാനം? സഭയിൽ എന്തോ ചെയ്യുന്നവര്? അവർ ഭിന്നത ഉണ്ടാക്കുന്നവർ. 2 പ്രാകൃതന്മാരാണ്. പൗലോസിന് 3 വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ആരൊക്കെയാ? ആത്മികൻ, ജഡികൻ, പ്രാകൃതൻ. ഈ ആത്മികൻ എന്ന് പറഞ്ഞാൽ നമ്മളോർക്ക് നമ്മളൊക്കെ ജഡികന്മാരുടെ കൂട്ടത്തിൽ പെടുത്താവുന്നല്ല. ആത്മീകൻ എപ്പോഴും ആത്മീകനാണ്. ഇനി ജഡികൻ എന്ന് പറഞ്ഞാലോ എപ്പോഴും ആത്മീകനാണ്. വല്ലപ്പോഴെങ്കിലും ഒന്ന് തെറ്റി വീഴാൻ സാധ്യതയുണ്ട്. മനുഷ്യരല്ലേ, ഒന്ന് തട്ടി വീഴാൻ. അങ്ങനെ ഉള്ളതിനാ ഈ ജഡികൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ജീവിതകാലം മുഴുവൻ ജഡത്തെ അനുസരിച്ച് നടക്കുന്നവനല്ല. പ്രാകൃതൻ എന്ന് പറഞ്ഞാലോ രക്ഷിക്കപ്പെട്ടിട്ടേ ഇല്ല. പിന്നെ എങ്ങനെയാ വിശ്വാസത്തിൽ വന്നത്? ഞാനും ഞങ്ങളുടെ കുടുംബം എല്ലാം രക്ഷിക്കപ്പെട്ട കൂട്ടത്തിൽ സ്നാനപ്പെട്ടപ്പോ ഒരുത്തൻ എന്ത് ചെയ്തു? ആ കൂട്ടത്തിൽ സ്നാനപ്പെട്ടു പോന്നു. പുള്ളി എന്ത് ചെയ്തതല്ല, രക്ഷിക്കപ്പെട്ടതല്ല. അങ്ങനെ പ്രാകൃതന്മാരും അവിടെ വരാം, ദൈവസഭയിൽ വരാം. അപ്പൊ അതുകൊണ്ട് ഈ പ്രാകൃതന്മാർ ആത്മാവില്ലാത്തവർ. അപ്പൊ അങ്ങനെയുള്ളവരോട് നമ്മൾ എന്ത് ചെയ്യണം? റോമർ 16:17 ഒന്ന് വായിച്ചേ. റോമർ 16:17 നിർത്തി, ഞാൻ അവസാനിപ്പിച്ചു. റോമർ 16:17. നിങ്ങളെ പഠിപ്പിച്ചതനുസരിച്ചിട്ടല്ലാത്ത ദ്വന്ദ്വപക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ എന്ത് ചെയ്യണം? മോളെ സൂക്ഷിച്ചോണം എന്ന് പറഞ്ഞാൽ അവിടെ കീപ് എ ഡിസ്റ്റൻസ് എന്നുള്ള വാക്ക്. യു ഹാവ് ടു കീപ് എ ഡിസ്റ്റൻസ് ഫ്രം ദീസ് കൈൻഡ്സ് ഓഫ് പീപ്പിൾ. ഇങ്ങനെയുള്ള ആളുകളിൽ നിന്ന് നമ്മളൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. ആത്മീയ ജീവിതത്തിൽ ചിലരോടൊക്കെ നമ്മൾ ഡിസ്റ്റൻസ്, വി ഹാവ് ടു കീപ് ദാറ്റ് ഡിസ്റ്റൻസ്. അതെന്നാ അത് പറയാം. ഈ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് മറ്റുള്ളവരുടെ ഛർദി അബദ്ധത്തിൽ കാറ്റത്ത് നമ്മുടെ അടുത്തേക്ക് പറക്കരുതെന്നാണ്. ആ വാക്കിന്റെ അർത്ഥം എന്നാ? മറ്റുള്ളവരുടെ ഛർദി അബദ്ധത്തിൽ കാറ്റിൽ നമ്മുടെ വസ്ത്രത്തിലേക്ക് പറക്കരുത്. അപ്പോ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? വലിയ കാറ്റുള്ളപ്പം ഛർദിച്ചോണ്ടിരിക്കുന്നവന്റെ അടുത്ത് ഫ്രണ്ടിൽ തന്നെ ചെന്ന് നിന്ന് അത് വാങ്ങാൻ പാടില്ല, മാറി നടന്നോണം. അടുത്തത് അങ്ങനെ മാറി നടക്കാൻ ദൈവത്തിന്റെ വചനം പ്രമാണം തന്നിട്ടുണ്ട്. ഇനി തീത്തോസ് 3:10 വായിച്ചേ. തീത്തോസ് 3:10.
സഭയിൽ ഭിന്നത വരുത്തുന്ന മനുഷ്യനോട് ഒന്ന് രണ്ട് വട്ടം ബുദ്ധി പറഞ്ഞ ശേഷം അവനെ ഒഴിവാക്കുക. സഭയിൽ ഭിന്നത വരുത്തുന്ന മനുഷ്യനെ ഒന്ന് രണ്ട് വട്ടം ബുദ്ധി പറഞ്ഞിട്ട് അവനെ എന്ത് ചെയ്യണം? ഒഴിവാക്കണം. പ്രിയപ്പെട്ടവർ, ദൈവവചനത്തിന്റെ പ്രമാണം നമ്മളത് കൂട്ടി യോജിപ്പിച്ചാൽ എന്ത് ചെയ്യും? കുറച്ച് കഴിയുമ്പോൾ ഇത് പഴുത്ത് ഇത് പ്രശ്നമായി ആ ദേശം മുഴുവൻ നാറും. അനുഭവത്തിൽ നിന്നാ. അതുകൊണ്ട് വളരെ ഗൗരവമായിട്ട് പറയട്ടെ, ദൈവത്തിന്റെ വചനം ഇത് ശരീരമാണെന്നുള്ള ബോധ്യമില്ലാത്ത ആരും ആ ശരീരത്തിൽ നിന്നിട്ട് കാര്യമില്ല. ക്യാൻസറാണ്. ക്യാൻസർ ബോഡി ഉണ്ടായാൽ എന്താ സംഭവം? ആദ്യം ഈ ക്യാൻസറിനെ കുറിച്ച് പഠിച്ചാൽ ഈ ക്യാൻസർ ബോഡി ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ കുറച്ച് നാളത്തേക്ക് ഇത് നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂൺ ശക്തികളെല്ലാം കൂടെ ഇതിനെ വളഞ്ഞു വെക്കും. കുറെ നാളെ കക്ഷി അനങ്ങാതിരിക്കുമ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി പറയും നോ പ്രോബ്ലം, ഹീസ് കുഴപ്പമില്ലാത്ത ആളാ. അങ്ങനെ ഒരു കാര്യം പറയുമ്പോഴാണ് ഇവൻ സ്പ്രെഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ച് ആത്മീയമായിട്ട് മുന്നോട്ട് പോകണം. 2 തെസ്സലോനിക്കർ 3:6 വായിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. 2 തെസ്സലോനിക്കർ 3:6. അപ്പോ നിങ്ങളുടെ ശുശ്രൂഷകൾ എങ്ങനെ ആയിരിക്കണം? ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നമ്മുടെ സഭയുടെ ഐക്യത എങ്ങനെ ആയിരിക്കണം എന്ന് നമ്മളിവിടെ വായിക്കുക. ഇനി ആ വാക്യം ഇവിടെ വായിച്ച്, സഹോദരന്മാരെ ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ടി നടക്കുന്ന ഏത് സഹോദരനോടും അകന്നുകൊള്ളണം. ഇത് ദൈവജനത്തിന്റെ പ്രമാണമാണോ? നമ്മൾ പറയുന്നത് ചേർത്ത് പിടിക്കാനാ. ഇപ്പം എന്നോട് ഒത്തിരി പേര് പറയും ചേർത്ത് പിടിക്കുക. എങ്ങനെ പിടിക്കും പറ? എത്രയോ സ്ഥലത്ത് നമ്മൾ ദൈവവചനത്തിൽ ഇങ്ങനെ കാണുന്നു. അപ്പൊ അതുകൊണ്ട് ചേർത്ത് പിടിക്കേണ്ടവരെയാണ് എന്ത് ചെയ്യേണ്ടത്? നാം ചേർത്ത് പിടിക്കണം. നാം ദൈവത്തിന് മുമ്പിൽ, പ്രിയപ്പെട്ടവരെ, നാം ദൈവസഭയിൽ നാം ഒരു ശരീരമാണ് എന്നുള്ള ഐക്യതാബോധത്തിൽ, പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ ഞാനും നിങ്ങളും നിന്നേ പറ്റത്തുള്ളൂ. അത് ദൈവത്തിന്റെ പ്രമാണമാണ്, ദൈവത്തിന്റെ അത്ഭുതകരമായിരിക്കുന്ന വാക്കുകളാണ്. അതുകൊണ്ട് നമുക്കതിനെ ആ വ്യവസ്ഥ ലംഘിക്കാനായിട്ട് പാടില്ല. എന്നാൽ 17-ാം വാക്യം 12-16, ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെയും മുമ്പിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിപ്പീൻ. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും സമാധാനത്തോടെ എല്ലാം ക്ഷമിച്ച് സഹിച്ച് ദൈവകൃപയിൽ ദൈവത്തിന്റെ ദാസന്മാരായ വിശ്വാസ ഗണങ്ങൾ നാം മുന്നോട്ട് പോകുന്നത്. വരും ദിവസങ്ങളിൽ അതിന് ദൈവം സഹായിക്കട്ടെ. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്റ്റേറ്റിനോട് നമ്മൾ എങ്ങനെ ആയിരിക്കണം? 13:4 വായിച്ചേ. 13:5-6 വായിച്ചു. 5-6 സോറി. അതുകൊണ്ട് ശിക്ഷയെ മാത്രമല്ല മനസാക്ഷിയെ വിചാരിച്ച് കീഴടക്കുക ആവശ്യം. ഒന്ന് വായിച്ചേ. ഏത് മനുഷ്യരും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ. എല്ലാ അധികാരങ്ങളും ദൈവസഭയുള്ള ബന്ധത്തിലും അധികാരങ്ങൾക്ക് കീഴടങ്ങണം. ഒരു മൂപ്പൻ നമ്മളോടൊരു ആവശ്യം പറഞ്ഞാൽ, ഒരു കാര്യം നമ്മളോട് ആവശ്യപ്പെട്ടാൽ അത് നമ്മൾ എന്ത് ചെയ്യണം? ഒരു നാഴിക ചെല്ലാൻ പറഞ്ഞാൽ എത്ര നാഴിക പോകണം? അതെന്താണെന്നറിയാമോ? അന്നത്തെ കാലത്ത് റോമൻ പട്ടാളക്കാർ വലിയ ചുമടുമായിട്ട് അന്ന് നടപ്പാ അവരുടെ സാധനങ്ങളും സാമഗ്രികളും ഒക്കെ ആയിട്ട്. അപ്പോൾ ഒരു റോമൻ പട്ടാളക്കാരൻ ഒരു സിറ്റിസനെ കണ്ടാൽ, ഒരു സാധാരണക്കാരനെ കണ്ടാൽ അയാളെ ഒന്ന് തൊട്ടിട്ട് പറയാൻ എന്നെ സഹായിക്കണം. അങ്ങനെ പറഞ്ഞാൽ, ഒരു നാഴിക പറഞ്ഞാൽ ഈ പട്ടാളക്കാരെ കാണുമ്പോൾ അങ്ങോടി മാറും. ആരും ഇവർ തൊടാൻ അനുവദിക്കാതെ ഇവരെ വരുമ്പോഴേ ഒളിക്കും. എന്നാൽ കർത്താവ് പറഞ്ഞു അങ്ങനെ ചെയ്യരുത്. ഒരുവൻ നിങ്ങളോട് ഒരു നാഴിക നടക്കാൻ ആവശ്യപ്പെട്ടാൽ എന്ത് ചെയ്യണം? 2 നാഴിക. അപ്പൊ നമ്മൾ കൂടുതൽ മനസ്സ് ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നവരായിരിക്കണം. ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങണം. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ടാക്സ് വെട്ടിക്കരുത്. 5-6 വായിച്ചേ. 6-7. അതുകൊണ്ട് നിങ്ങൾക്ക് നികുതി കൊടുക്കുന്നു. സ്ഥലം മേടിച്ചാൽ, സഭാഭവന്റെ സ്ഥലമാണെങ്കിലും നമ്മൾ 10 ലക്ഷം രൂപയ്ക്ക് മേടിക്കുന്ന സ്ഥലം എത്ര ലക്ഷം രൂപയ്ക്ക് എഴുതുന്നത്? ആർക്ക് വേണ്ടി? ദൈവത്തിന്റെ കാര്യത്തിനാ. 10 ലക്ഷം രൂപയുടെ സ്ഥലം എത്ര രൂപ കൊടുക്കണം എഴുതുമ്പോഴോ? 1,20,000 രൂപയുടെ വസ്തു. അവിടെ ഒരു 6 6-ന് ഇത്ര രൂപ. അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യരുത്. അതുപോലെ തന്നെ ടാക്സ് കൊടുക്കണം. ഇത് എഴുതി വെച്ചിരിക്കുന്നു, ടാക്സ് കൊടുക്കണം. എന്താ? 6-ാം വാക്യം. അതുകൊണ്ട് നിങ്ങൾ നികുതിയും കൊടുക്കുന്നു. ബാക്കിയൊന്നും ഞാൻ വായിക്കുന്നില്ല. കർത്താവ് ടാക്സ് കൊടുത്തായിരുന്നു അല്ലേ ജെയിംസ്? കർത്താവ് ചെയ്തായിരുന്നു ഇല്ലേ? ചതുർദ്രപ്പ പണം കൊണ്ടുവന്ന് എനിക്കും നിനക്കും വേണ്ടി ചുങ്കം കൊടുക്കണം, ടാക്സ് കൊടുക്കണം. ആരാ ടാക്സ് കൊടുക്കേണ്ടത്? 1000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ വീടുള്ള, വാർക്ക് വീടുള്ള ഒരു ടാക്സ് അടച്ചിരിക്കണം. ഒരു വണ്ടിയെങ്കിലും, ഒരു 4 വീലറെങ്കിലും സ്വന്തമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടാക്സ് അടച്ചിരിക്കണം. നിങ്ങളൊരു വിദേശയാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടാക്സ് അടച്ചിരിക്കണം. 6 ലക്ഷം രൂപ കൂടുതൽ നിങ്ങൾക്ക് വസ്തു വരുമാനമോ വകയോ നിങ്ങളുടെ ബാങ്കിൽ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടാക്സ് അടച്ചിരിക്കണം. ഇത് ചെയ്യുന്നില്ലെങ്കിൽ ദൈവവ്യവസ്ഥയോട് നിങ്ങൾ മറന്നിരിക്കുക. എന്നിട്ടോ ഭക്തനായിട്ട് അവിടെ വരും.
അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ വ്യാജഭാവം വിട്ടുകളയുക. ഇത് വിശദീകരിക്കാൻ സമയമില്ല, ഞാൻ കടന്നു, എന്നോട് പറഞ്ഞ സമയം കഴിഞ്ഞു സഹോദരന്മാരെ. അതുകൊണ്ട് നാം ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധന. അതിന് കർത്താവ് ഇങ്ങനെ ബുദ്ധിയുള്ള ആരാധന എന്ന് പറഞ്ഞേ. സഭാപ്രസംഗങ്ങളുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, മൂഢൻ യാഗമർപ്പിക്കുന്നതിനേക്കാളും എന്താ അത് ചെയ്യാതിരിക്കുന്നതല്ലേ എന്ന് പറഞ്ഞാൽ, വ്യവസ്ഥയില്ലാതെ ഒരു കാര്യം ചെയ്യുവാൻ ദൈവം അനുവദിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന് വേണ്ടി വളരെ പ്രയോജനമുള്ളവരായിട്ട്, ദൈവത്തിന്റെ സഭയുടെ ഗൗരവം മനസ്സിലാക്കി, ആത്മീയ മൂല്യങ്ങൾ മനസ്സിലാക്കി ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ ഈ ചെറിയ ആലോചന മുഖാന്തരം ദൈവം സഹായിക്കട്ടെ. കർത്താവിന്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.